ഹലോ! ഇന്ന് വിചാരിച്ചതുപോലെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റിയില്ലായിരുന്നേ. രാവിലെ എണീറ്റപ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടെയായിരുന്നു കേട്ടോ. ഓരോ കാര്യങ്ങളും ചെയ്യണമെന്ന് ഞങ്ങളിങ്ങനെ മനസ്സിൽ വിചാരിച്ചത്. അപ്പോൾ രാവിലെ എണീറ്റ് കാപ്പികുടിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കോഴിക്കൂടിൻ്റെ പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. നമ്മുടെ കോഴിക്കൂടെല്ലാം പണിത് സെപ്പറേറ്റ് കള്ള് തിരിച്ചാണ് പണിഞ്ഞത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വെറൈറ്റികളുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അവരെല്ലാം സെപ്പറേറ്റ് തിരിച്ചിട്ടെങ്കിലേ നമുക്ക് എല്ലാ വെറൈറ്റികളെയും കുഞ്ഞുങ്ങളെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് കൂടൊക്കെ പണിഞ്ഞത്. പക്ഷേ ഇന്ന് മൊത്തം വലയൊക്കെ ഇട്ടെല്ലാം സെറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് കേട്ടോ പ്രതീക്ഷിക്കാതെ നമ്മുടെ പിങ്കി പ്രസവിച്ചു. 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ, 2 മുട്ടൻ കുഞ്ഞുങ്ങൾ. പിന്നെ അവളുടെ പുറകിനൊക്കെ നടന്ന് അവളെ ശ്രദ്ധിച്ചൊക്കെ നടന്നുകൊണ്ട് സമയം പോയത് അറിഞ്ഞതേയില്ല. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ പൂവൻ കോഴികളെയും അതുപോലെ തന്നെ നമ്മുടെ മുട്ടക്കോഴികളെയൊക്കെ മാറ്റേണ്ട ഒരു അവസരം വന്നു. നമ്മുടെ പുതിയ കുഞ്ഞുങ്ങൾ 2-3 ദിവസത്തിനുള്ളിൽ വിരിഞ്ഞിറങ്ങും. അപ്പം അവരുടെ കൂട് നമ്മളിങ്ങനെ കടമെടുക്കുകയാണ് കേട്ടോ, നമ്മുടെ വലിയ കോഴികളുടെ. അപ്പം അവരെ പെട്ടെന്നൊരു തട്ടിക്കൂട്ടി ഒരു കൂട് പണിഞ്ഞ് ഞങ്ങൾ അതിനകത്തോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പം ഇവരുടെ കൂടിനകത്ത് കുറേ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം വാരി മാറ്റി ചാക്കിനകത്ത് കെട്ടി വെച്ചിട്ട് അതിനകത്ത് ഇച്ചിരി കുമ്മായം തളിച്ചിടണം. ഇവർക്ക് ചെറിയ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വരുമ്പോഴേ അവർക്ക് പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് കേട്ടോ അവരെ പെട്ടെന്ന് മാറ്റിയത്. അപ്പോൾ ഞങ്ങളിതേൻ്റെ വേഗം വന്നിട്ട് കൂടിന് വലയെല്ലാം കെട്ടി, നമ്മുടെ മീൻ വലയാണ് കെട്ടിയിരിക്കുന്നത്. വലയെല്ലാം കെട്ടി നന്നായിട്ട് അതിനകത്ത് അറക്കപ്പൊടിയെല്ലാം നിറച്ചിട്ട് ഓരോരുത്തരെ കൊണ്ടുവന്ന് ഇവിടെ പിടിച്ചിട്ട് കേട്ടോ. പുതിയ കുട്ടിയോട്ട് വന്നപ്പം എല്ലാവർക്കും സന്തോഷമായി. കാരണം നല്ല വെട്ടമൊക്കെ ഉണ്ടല്ലോ. ഇവരുടെ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സൈഡും കട്ട കെട്ടി മറിച്ചേക്കുന്നതുകൊണ്ട് പുറം ലോകമായിട്ട് ഇവർക്ക് ഒരു ബന്ധമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ആ കൂട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്തേക്കുന്നത്. കാരണം കുഞ്ഞുങ്ങളാകുമ്പോൾ തണുപ്പോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിനകത്ത് കുറച്ച് ദിവസം എന്തായിട്ട് സേഫായിട്ട് കിടക്കണം. ലൈറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് അതിനകത്ത് സുഖമായിട്ട് ഓടി നടന്ന് കളിച്ച് നടന്നോളും. അതുകൊണ്ടാണ് ഇവരുടെ കൂട് ഞങ്ങൾ കടമെടുത്തേക്കുന്നത്. പിന്നെ പാമ്പോ കാര്യങ്ങളോ ഒന്നും കയറാതിരിക്കാൻ വേണ്ടി നമ്മുടെ കൽക്കത്തിനെയും കൂടി അവർ കൂടത്തി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ കരിങ്കോഴി. ഇത് കണ്ടോ, ഇവിടെ രോമം ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ ദേഹം കറാന്ന് കറുത്തിരിക്കും. അതുപോലെ ഇവിടെ പൂവ് എല്ലാം നന്നായിട്ട് കറുത്തിരിക്കുകയാണ്. പിന്നെ ഇവൾക്ക് തൊപ്പിയുണ്ട് കേട്ടോ. ഇവളുടെ വെറൈറ്റിക്ക് വേണ്ടി ഒരുപാട് ആവശ്യക്കാരുണ്ട്. അപ്പോൾ ഇവളുടെ മുട്ട നമുക്ക് ആവശ്യമാണ്. സെപ്പറേറ്റ് ഇട്ടാലേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ്